എവരിവൺ, അഞ്ജു മിസ് ആണ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപികയാണ്. ഓണപരീക്ഷ എത്തിയില്ലേ? അപ്പൊ സീരിയസ്നെസ്സോട് കൂടി തന്നെ മക്കള് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പൊ ഓണം എക്സാമിന് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ സ്കൈ ബാച്ച് 8th സ്കൈ ബാച്ചിൽ ഇതാ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ ക്ലാസ്സിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. വെറും 999 രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക് ആദ്യം. Classify the physical quantities given in the box as fundamental quantities and derived quantities. 2 മാർക്കിനുള്ള ചോദ്യമാണ്. എന്താണ്? ബോക്സിൽ നൽകിയിരിക്കുന്ന അളവുകളെ നമ്മൾ അടിസ്ഥാന അളവുകൾ എന്നും അതുപോലെ തന്നെ വ്യുൽപ്പന്ന അളവുകളും എന്നിങ്ങനെ തരംതിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ മക്കൾ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ലെങ്ത് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡെൻസിറ്റി സാന്ദ്രത തന്നിട്ടുണ്ട്, ഏരിയ പരപ്പളവ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. അപ്പൊ മക്കളോ, നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, 7 അടിസ്ഥാന അളവുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിക്കാൻ ഒരു കോഡും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. LMT ഏറ്റാൽ എന്ത് സംഭവിക്കും? ഇത് നമ്മളുടെ ബാച്ചിലൂടെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ മിസ് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. LMT മീൻസ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് വരും, നീളം വരും. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് വരും. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, താപനിലയാണ്. വീണ്ടും ഒരു E വരുന്നുണ്ട്. അതിന് നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത. ഇനി വീണ്ടും T വരുന്നു. T എന്തായിരുന്നു? ടൈം വരുന്നു. ദെൻ ടൈം ഓർ ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ ടൈം. ഓക്കെ. ദെൻ A വരുന്നു, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. L എന്ത് വരുന്നു? ലുമിനസ് ഇന്റൻസിറ്റി. ഈ 7 ആളുകളിലുള്ളതാണ് ലെങ്ത്തും അതുപോലെ തന്നെ മാസും അല്ലെ? അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടിസ്ഥാന അളവാണ്. അപ്പൊ നമുക്ക് ഇവിടെ അടിസ്ഥാന അളവുകളുടെ കൂട്ടത്തിൽ ലെങ്ത് എഴുതാം. എന്തെഴുതാം? ലെങ്ത് എഴുതാം. അതുപോലെ തന്നെ മാസും എഴുതാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ വ്യുൽപ്പന്ന അളവ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരിക്കും? താഴെ കമന്റ് ചെയ്തേ. യെസ്, വെരി ഗുഡ്. ഡെൻസിറ്റി വരും, സാന്ദ്രത വരും, പിന്നെ ആര് വരും? യെസ്, പിന്നെ നമുക്ക് ഏരിയയും വരും, പരപ്പളവ്. ഓക്കെ ആണല്ലോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ മക്കള് തെറ്റിക്കാതെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. അങ്ങനെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2.5 kg is equal to dash gram. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2.5 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആണെന്ന്. അപ്പൊ നമ്മൾ എന്തറിയണം? നമ്മൾ മാസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പൊ ആദ്യം നമ്മൾ എന്തറിയണം? 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആണെന്ന് അറിയണം. 1 കിലോഗ്രാം എത്ര ഗ്രാം ആണ്? കമന്റ് ചെയ്തേ. യെസ്, മിസ് ഒരു കാര്യം കൂടെ പറയട്ടെ. മിസ് ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഈ വീഡിയോന് താഴെ അപ്പം തന്നെ പോസ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി കാണാം. ഓക്കെ. അപ്പൊ 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. എത്രയാണ്? 1000 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാം, 2.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? യെസ്, 2.5 ഗുണിക്കണം. എന്ത് ചെയ്യണം? 1000 ചെയ്യണം. അപ്പൊ എന്ത് വരും? നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് മിസ് ഒരു കാര്യം പറയാം. 2.5 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് എഴുതുക? ആദ്യം 2.5 25, ബാക്കി 3 പൂജ്യം എഴുതാം. ഓക്കെ. ഇനി ഇവിടെ പോയിന്റ് നോക്കിയേ. ഒരു സ്ഥാനം മാറിയിട്ടല്ലേ പോയിന്റ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ പോയിന്റ് കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്ത് വരും? ഒരു മിനിറ്റ്. അപ്പൊ എന്ത് വരും? എവിടെയാ നമ്മൾ പോയിന്റ് കൊടുക്കേണ്ടത്? ഇവിടെ പോയിന്റ് കൊടുക്കാം. അപ്പൊ എന്താ ആൻസർ വരിക? 2500 ഗ്രാം എന്ന് വരും. 2500 ഗ്രാം എന്ന് വരും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. What physical quantities measured using stopwatch? ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേഗം ആൻസർ കമന്റ് ചെയ്തേ. യെസ്, ഏത് അളവാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ചിൽ മെഷർ ചെയ്യുന്നത്? ടൈം ആണ്. ഏതാണ്? ടൈം എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്, സമയം. ഓക്കെ ആണല്ലോ? നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ഡൗട്ട് അടിച്ചു പോകും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് NMMS വരുന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചാലോ. Different units were also used in other countries. What would be the practical problem of using these units? എന്താണ്? മറ്റ് രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? അതായത് പണ്ട് കാലത്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല.
അല്ലെ? അതിനെ പറ്റിയാണ് പറയുന്നത്. പണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ എത്തരത്തിലുള്ള യൂണിറ്റുകൾ, ഇപ്പൊ നമ്മൾ മുല്ലപ്പൂ ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് 1 മുഴം മുല്ലപ്പൂ എന്നൊക്കെ പറയില്ലേ? അതേപോലെ, അല്ലെങ്കിൽ ഇത്ര അടി നടന്നു കഴിഞ്ഞാല് നമുക്ക് കോഴിക്കോട് നിന്നും മലപ്പുറത്ത് എത്താം. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ അളവുകൾ പറഞ്ഞിരുന്നത്. ഇതേപോലെയായിരുന്നു മറ്റു രാജ്യങ്ങളിലും അളവുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ അളവുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക? യെസ്, നമുക്ക് അക്യുറസി ഉണ്ടാവോ? നെവർ. എന്തുണ്ടാവില്ല? accuracy cannot be ensured. കൃത്യത ഉറപ്പാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ താരതമ്യം ചെയ്യാൻ പറ്റില്ലേ? കമ്പയർ ചെയ്യാൻ, ഡിഫിക്കൽട്ടി ടു കമ്പാരിസൺ. ഇതിന് ഇത്ര എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഭാരം ഇത്രയാണെന്ന് പറയുന്നു. ഒരു സുമാറ് കണക്ക് പറയുകയാണെങ്കിൽ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദെൻ പിന്നെ എന്ത് ഡിഫിക്കൽട്ടി ഉണ്ടാവും? ഡിഫിക്കൽട്ടി ഇൻ സെല്ലിംഗ് ആൻഡ് ബൈയിങ്. വിൽപ്പനയിലും വാങ്ങുന്നതിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പണ്ട് കാലത്ത് എന്താണ്, SI യൂണിറ്റ്സ് ഒന്നും കണ്ടുപിടിക്കുന്നതിന് മുന്നേ, അതായത് ബിഫോർ SI യൂണിറ്റ്സ് എന്ന് മിസ് എഴുതി തരാം കേട്ടോ. അതായത് SI യൂണിറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. അപ്പൊ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ഫേസ് ചെയ്തിട്ടുണ്ടാവുക? യെസ്, അക്യുറസി ഉണ്ടായിരുന്നില്ല. അതുപോലെ കമ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. മക്കൾ ഒരു ടെൻഷനും വേണ്ട, നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ആയാലും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട്സ് ആയാലും ഒക്കെ നമ്മുടെ ബാച്ചിലൂടെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മക്കൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ, ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ മക്കളോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. യെസ്, ക്വസ്റ്റ്യൻ: നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത്? താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.